പണത്തിനപ്പുറത്ത് എനിക്ക് ഈ ക്ലബ്ബാണ് മുഖ്യം. പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാനായിരുന്നെങ്കിൽ എനിക്കെൻ്റെ സ്വപ്നങ്ങളെ തന്നെ മാറ്റിവെക്കാമായിരുന്നു. ഫുട്ബോളിനെ അതിരറ്റ് സ്നേഹിച്ച ഒരുവൻ്റെ വാക്കാണിത്. സ്വപ്നത്തിൽ തൻ്റെ കരിയറിനെ വളർത്തുമ്പോഴും അയാൾ ആ മഞ്ഞ ജേഴ്സിയിൽ അണിഞ്ഞവനായിരുന്നു. പലരും പലതും മുന്നോട്ട് വെക്കുമ്പോഴും ആ ഒരൊറ്റ ക്ലബിന് വേണ്ടി അയാൾ അവിടെ തന്നെ നിലകൊണ്ടുനിന്നു. ബാർസലോണയുടെ മെസ്സിയും ലിവർപൂളിൻ്റെ ജെറാർഡും റോമയുടെ ടൂട്ടിയും മിലാൻ്റെ മാൽദീനിയും ഇതിഹാസങ്ങളാണ്. ആ ഇതിഹാസ പട്ടികയിലേക്ക് ഇതാ മറ്റൊരാൾ കൂടെ കാൽ വെച്ചിരിക്കുന്നു. അതെ, ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിൻ്റെ സ്വന്തം മാർക്കോ റൂയിസ്. ജർമ്മൻ ബുണ്ടസ് ലീഗയിൽ വമ്പരായ ബയേണിനെ നേരിടാൻ ഒരു കാലത്ത് ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് എന്ന ക്ലബ്ബ് മാത്രമുള്ളായിരുന്നു. പല പ്രതികാര പോരാട്ടങ്ങളും അട്ടിമറികളും സംഭവിച്ചു കൊണ്ടിരുന്നു. പതിയെ പതിയെ യുവതാരങ്ങളെ ഫുട്ബോളിൻ്റെ മുൻനിരയിലേക്ക് കടത്തിവിടുന്ന ഒരു ഫാക്ടറിയായി മാറി ബൊറൂഷ്യ ഡോർട്ട്മുണ്ട്. സാൻജോയും ബെല്ലിംഗാമുമെല്ലാം ഇതിന് വ്യക്തമായ ഉദാഹരണങ്ങൾ തന്നെയാണ്. കരിയറിൻ്റെ വളർച്ച മൂലം പലരും സ്വപ്നം കണ്ട ക്ലബ്ബുകളിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരുന്നു. ബൊറൂഷ്യ എന്നും ഒരു ഫാക്ടറി മാത്രമായി അവശേഷിച്ചിരുന്നു. പക്ഷേ കൂടെയുള്ള ഓരോരുത്തരും പടിയിറങ്ങിയപ്പോൾ അയാൾ ആ കുമ്മായ വരകൾക്കുള്ളിൽ പിടിച്ചു നിൽക്കപ്പെട്ടു. ആ ക്ലബ്ബുമായി ചെറുപ്പം മുതലുള്ള കൂട്ടുകെട്ട് അവിടെ അവസാനിപ്പിക്കാൻ അയാൾ തയ്യാറായി നിന്നില്ല. കരിയറിലെ പ്രധാന ഭാഗങ്ങളെല്ലാം പരിക്കിൻ്റെ പിടിയിൽ ആയിന്നിറങ്ങി. എന്നാലും അയാളെ വിട്ടു നൽകാൻ ആ ടീമോ വിട പറയാൻ റൂയിസോ തയ്യാറായിരുന്നില്ല. ലോക ഫുട്ബോളിൽ ഹേറ്റേഴ്സ് കുറവായ കളിക്കാരനാണ് മാർക്കോ റൂയിസ്. വിശ്വസ്തനായ പന്താട്ടക്കാരനാണ് മാർക്കോ റൂയിസ്. പലരിൽ നിന്നും അയാളെ വ്യത്യസ്തനാക്കുന്നത് അയാളിലെ ലോയലിറ്റി തന്നെയാണ്. ഫുട്ബോൾ ലോകത്തിൻ്റെ സ്വന്തം മാർക്കോ റൂയിസിന് ബൊറൂഷ്യ ഡോർട്ട്മുണ്ടിൻ്റെ 1000 നന്ദി.